Hey guys, welcome back to another video. So guys, ഞാൻ കുറേ ആയി ഒരു ലെങ്തി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നവരുടെ ഫാൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ റീൽസിന്റെ ഒക്കെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇതുപോലത്തെ ഡോട്ട് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്കും ഇതുപോലത്തെ കമന്റ്സ് ഇടണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ലേറ്റസ്റ്റ് സ്കൂൾ ടെക് വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ remove.bg എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറാം. ദെൻ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ആണോ ആ ഒരു ഡോട്ട് ആയിട്ട് മാറ്റേണ്ടത് അതൊന്ന് ജസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. സോ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഒരു ഫോട്ടോ നേരെ ഇതുപോലെ ഡോട്ട് ആയിട്ടുള്ള ഫോട്ടോ ആക്കി മാറ്റാൻ പോക്കാം. അതിനാദ്യം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇമേജ് ടു ഡോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലോട്ടേക്ക് കയറാം. ദെൻ അവിടെ ഏറ്റവും ടോപ്പ് റൈറ്റിൽ അവിടെ വിഡ്ത്തും ഹൈറ്റും കാണാൻ വേണ്ടി പറ്റും. അത് രണ്ടും ഒന്ന് 50 വെക്കുക. ദെൻ അവിടെ ഏറ്റവും ടോപ്പിൽ ചൂസ് ഫയൽ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതൊന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുക. ദെൻ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഇമേജ് ടു ഡോട്ട് എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ നേരെ ഡോട്ടായി ജനറേറ്റ് ചെയ്ത് കിട്ടും. ദെൻ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഡോട്ട് പ്രസ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ആ ഒരു ഡോട്ട് ആയിട്ടുള്ള ഇമേജ് കോപ്പി ആവും. ദെൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ബയോ ആയിക്കോട്ടെ, വാട്സപ്പിൽ ഒരാൾക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ചാറ്റിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ചങ്സിനും ഒക്കെ വേഗം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേ. അവർ ഇതുപോലെ അവർ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിന്റെ കമന്റ് സെക്ഷനിൽ പോയി ഇതുപോലെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ലേറ്റസ്റ്റ് വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.